ഞങ്ങളുടെ ഈ കരുനാഗപ്പള്ളി MLA CR മഹേഷ് രണ്ടാം തവണയാണ് MLA ആകുന്നത്. ഈ ഞങ്ങളുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് മനുഷ്യർ അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അധികാരമുള്ളപ്പോൾ അവരുടെ ഭാഷ, അവരുടെ ശരീരഭാഷ, അവരുടെ രീതി, ഫോൺ എടുക്കുമ്പോഴുള്ള അവരുടെ ഒരു മുരളൽ, ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ 2 തവണ വളരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഒരു ജനപ്രതിനിധിയായി ജയിച്ചെങ്കിലും തൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷതകൾ അല്പം പോലും മാറാതെ അതിൽ പിടിച്ചു നിൽക്കുകയും അതിന് വ്യതിയാനം സംഭവിക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും അത് പങ്കുവെക്കുകയും അങ്ങനെ വ്യതിയാനം സംഭവിക്കാത്ത വിധം അതിൽ തുടരുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയുണ്ടല്ലോ, ആ മനസ്സിനെ പാകപ്പെടുത്തൽ. ഈ ചുറ്റുപാടുകളിലെ ഒരുപാട് പ്രലോഭനകരവും പ്രകോപനപരവുമായ പ്രശ്നങ്ങൾക്ക് മുന്നിൽ, ഒരുപാട് പ്രകോപിപ്പിക്കുന്ന ഫോൺ കോളുകൾക്ക് മുന്നിൽ, ഒരുപാട് പ്രകോപിപ്പിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾക്കെല്ലാം മുന്നിൽ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അങ്ങനെ തുടരുന്ന ഒരാൾ ഒരത്ഭുതമാണ്. അത് പറയുമ്പോൾ ഇതൊക്കെ പറയും ആളുകൾ എന്നാണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ കാലശേഷമോ അദ്ദേഹത്തിൻ്റെ ചീട്ട് കീറിയതിന് ശേഷമോ ഒക്കെ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുമെങ്കിലും ഇപ്പോഴധികം പറയാൻ ആരും ധൈര്യപ്പെടില്ല. എന്താ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, അങ്ങനെ പറഞ്ഞ് എന്തിനാണ് ഒരു നന്മ വർത്തമാനം പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിലൂടെ എന്തിനാണ് കുറച്ചുപേരെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നത്? അങ്ങനെയല്ല. ഏത് പൊതുപ്രവർത്തകരായാലും ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും ഏത് മനുഷ്യനായാലും അവൻ്റെ നന്മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ ഈ ഓണ ദിവസങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ച വഴികൾ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ നോക്കിക്കാണുകയായിരുന്നു. ഓട്ടോക്കാർക്കിടയിൽ, അമ്മമാർക്കിടയിൽ കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ ഈ ഈറ മുള ഒക്കെ കൊണ്ട് ഇന്നിപ്പോൾ ആ പണികൾ വളരെ ഗണ്യമായി കുറഞ്ഞു. മുറവും അതുപോലെ തന്നെ കൊട്ടയും ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് മുന്നിൽ ഒക്കെ ഒരു സാധാരണ മനുഷ്യനായി അങ്ങനെ തൊട്ടും തലോടിയും അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്, കഴിഞ്ഞു പോവുകയാണ്. ഓണക്കാലം ചില സന്തോഷ വർത്തമാനങ്ങൾ പങ്കുവെക്കേണ്ട ദിവസങ്ങളായതുകൊണ്ടുകൂടി ആ സഞ്ചാരപഥങ്ങൾ ഈ പറയുന്ന ഓട്ടോക്കാർക്ക് അദ്ദേഹം വസ്ത്രമെടുത്തു കൊടുക്കുന്നു. അതിന് MPയുടെ സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹം കൂടി അതെത്തിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അമ്മമാർക്ക് വസ്ത്രം എടുത്തു കൊടുക്കുന്നു. അതുപോലെ മറ്റു പല കാര്യങ്ങളും ഒരു ദിനചര്യ എന്നോണം തൻ്റെ ജീവിതത്തിന് പ്രത്യേകിച്ച് വളർച്ചയോ അധികാരമോ, എന്നാൽ ചില ചെറിയ പദവികൾ കിട്ടിയവർ പ്രധാനമന്ത്രി ആയതുപോലെ ആയതുകൊണ്ട് പ്രധാനമന്ത്രിയായ ഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. പൊക്കം കൂടി, അതുപോലെ തന്നെ ശരീരം വിരിഞ്ഞ് പിന്നെ ഒരു പ്രത്യേക രൂപത്തിലേക്കായി അങ്ങനെയൊക്കെ മാറിപ്പോകുന്ന മനുഷ്യരുണ്ട്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ആകാതിരിക്കാനാണ്. ഏതായാലും ആ ഭംഗിയുള്ള ചില ദൃശ്യങ്ങൾ കാണാം. തെയ്യത്തിനന്തോ തിനന്ദീനം താരാ താരാദിനന്തോ തിനന്ദീനം താരാ തെയ്യത്തിനന്തോ തിനന്ദീനം താരാ താരാദിനന്തോ തിനന്ദീനം താരാ നമ്മുടെ കണ്ടത്തിൽ കല്ലു കണ്ടത്തിൽ നാളെ നമുക്കൊരു വിത്തിടിയിലുണ്ട്. നമ്മുടെ കണ്ടത്തിൽ കല്ലു കണ്ടത്തിൽ നാളെ നമുക്കൊരു വിത്തിടിയിലുണ്ട്. തെയ്യത്തിനന്തോ തിനന്ദീനം താരാ താരാദിനന്തോ തിനന്ദീനം താരാ തെയ്യത്തിനന്തോ തിനന്ദീനം താരാ
താരാദിനന്തോ ദിനം താരാ. ചക്കിയും നീലിയും വന്നേക്കിനെടോ, നാളെ നമുക്കൊരു വിത്തിടിയിലുണ്ട്. ചക്കിയും നീലിയും വന്നേക്കിനെടോ, നാളെ നമുക്കൊരു വിത്തിടിയിലുണ്ട്. തെയ്യത്തിനെന്തോ ദിനം താരാ, താരാദിനെന്തോ ദിനം താരാ. തെയ്യത്തിനെന്തോ ദിനം താരാ, താരാദിനെന്തോ ദിനം താരാ.